ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ ഏറ്റവും ഒടുവിൽ വേൾഡ് കപ്പ് കിരീടം നേടിയത് 2002-ലാണ്. ജർമ്മനിയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്ന് ബ്രസീൽ വേൾഡ് കപ്പ് സ്വന്തമാക്കിയത്. ഒരു താരസമ്പന്നമായ സ്ക്വാഡിനെ തന്നെ അന്ന് അവകാശപ്പെടാൻ ബ്രസീൽ ടീമിന് കഴിഞ്ഞിരുന്നു. ഇതിഹാസങ്ങളായ റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, കഫു, റോബർട്ടോ കാർലോസ്, കക്ക എന്നിവരൊക്കെ അന്ന് ബ്രസീൽ ദേശീയ ടീമിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം ബ്രസീലിന് അത്തരത്തിലുള്ള ഒരു താരസമ്പന്നമായ സ്ക്വാഡിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. വേൾഡ് കപ്പ് നേടാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും അന്ന് വേൾഡ് കപ്പ് നേടിയ ഈ ബ്രസീൽ ടീം ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യക്കെതിരെ ഒരു മത്സരം കളിക്കാൻ അവരിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ബ്രസീലിയൻ ഇതിഹാസങ്ങളും ഇന്ത്യൻ ഇതിഹാസങ്ങളും തമ്മിലാണ് ഒരു പ്രദർശന മത്സരം നടക്കുക. പ്രമുഖ മാധ്യമമായ സ്പോർട്സ് സ്റ്റാർ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഫുട്ബോൾ പ്ലസ് സമ്മിറ്റിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഒരു എക്സിബിഷൻ മത്സരം അരങ്ങേറുക. മാർച്ച് 31 ഏപ്രിൽ 1 കൊണ്ടാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ത്യൻ ലെജൻസും ബ്രസീലിയൻ ലെജൻസും തമ്മിലുള്ള ഒരു മത്സരം അരങ്ങേറുക. ചെന്നൈയിലെ ജയൻ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ മത്സരം നടക്കുക എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് മനോഹരമായ ഒരു ട്രീറ്റ് തന്നെയായിരിക്കും. ബ്രസീലിയൻ ഇതിഹാസങ്ങൾക്കെതിരെ കളിക്കാനുള്ള ഒരു ഭാഗ്യമാണ് നമ്മുടെ ലെജൻസിന് ഇപ്പോൾ കൈവരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. റൊണാൾഡോയും കക്കയും അടങ്ങുന്ന താരനിര ഇന്ത്യക്കെതിരെ ബൂട്ടണിയും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.